ഹലോ ഹബീബി, എന്നും ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ട്രാഫിക്കുള്ള സമയം തന്നെ തെരഞ്ഞു പിടിച്ച് പുറത്തിറങ്ങാനായിട്ട് ഞങ്ങൾ ഇന്നും മറന്നിട്ടില്ലേ. ഇന്നത്തെ പുറപ്പാടിൻ്റെ ഉദ്ദേശം എന്താണെന്നല്ലേ ആദ്യം ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ആങ്ങളക്കൊച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം. കണ്ടതേ ആദ്യം പറഞ്ഞത് ചേച്ചിയുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി തീരെ പോരാണ്. നാട്ടിലെ എല്ലാ പരിപാടികളും ഒരാവശ്യമില്ലാതെ ഓടി നടന്ന് വീഡിയോ എടുത്ത അവസരം നാട്ടുകാരെ അവരെ നാട് കടത്തിയതെന്നുള്ള കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഐശ്വര്യമായിട്ട് ഫുഡും കൂടെ മേടിച്ച് കൊടുത്ത് പരിപാടി തുടങ്ങാമെന്ന് കരുതി നമ്മൾ അവനെയും കൂട്ടി വന്നത് ഇവിടെ ഗ്രില്ലിലാണ്. ഈ ഒരു സമയത്ത് പൊതുവെ എപ്പോൾ വന്നാലും ഈ ഷോപ്പ് നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വിളിച്ച് ഫുഡ് പാഴ്സലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഐശ്വര്യമായിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എപ്പോഴത്തേം പോലെ അല്ലാതെ എൻ്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഷോപ്പ് ഷാർജയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് പറഞ്ഞത് നമ്മുടെ ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗ്രിൽ റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ വരും വീഡിയോകളിൽ എനിക്ക് എന്തെങ്കിലും പ്രഹസനം കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു മിഥ്യാധാരണ മാത്രമല്ല കേട്ടോ, എൻ്റെ ക്യാമറാമാനിന് കിട്ടുന്ന ഒരു ക്രെഡിറ്റും കൂടിയായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ ഡോറുമായിട്ടുള്ള ഈ യുദ്ധം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണം കേട്ടോ. എനിക്ക് തോന്നിയത് ഇതിങ്ങനൊന്നും അല്ലടാ, നമുക്കിന്ന് പോവണ്ടേ എന്നുള്ള ഡയലോഗായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചിക്കൻ ഗ്രില്ലായിരുന്നു മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് പ്രവാസിക്കുട്ടി.